2 ദിവസം മുന്നെയാണ് KP ഷീബ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിർത്തികൾക്കപ്പുറവും മനുഷ്യ ജീവനുണ്ട്. അതിനെപ്പറ്റി ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായുള്ള നിലപാടാണ് ഷീബ സ്വീകരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യം ചെയ്താണ് ഈ രാജ്യത്തോട് കൂറും ജനങ്ങളോടുള്ള കൂറും ഉണ്ടാകുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിലനിൽക്കുന്ന ഷീബ ഈ രാജ്യത്തെ ജനങ്ങളോട് കൂറിനപ്പുറത്ത് മറ്റ് പാകിസ്ഥാനോടും ചൈനയോടും ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ഒരു ഫേസ്ബുക്കാണ് അവർ ഇട്ടത്. അതിനെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിന് മൊത്തം ഇദ്ദേഹത്തിന് ഈ KP ഷീബയ്ക്ക് എതിരാണ്. അത് ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. ഈ ഷീബയെ ജയിലിൽ അടയ്ക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായം. KP ഷീബ രാജിവെക്കുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ നമ്മുടെ പട്ടാളക്കാരെ അപമാനിക്കുന്ന തരത്തിലാണ് ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറയുന്നത് അല്ലേ? നിലവിൽ ഇപ്പോൾ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി യുദ്ധം ഏത് നിമിഷം യുദ്ധം ഉണ്ടാവും എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ദേശസ്നേഹികളുടെ ഒരു ആവേശം ചോർത്തിക്കളയുന്ന തരത്തിലുള്ള പോസ്റ്റല്ല അവരിട്ടത്. ഞങ്ങള് ഈ വിഷയം KP ഷീബ ഇട്ട പോസ്റ്റ് ഇവിടത്തെ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, വിവിധ രാഷ്ട്രീയ കക്ഷികളായിക്കോട്ടെ, പൊതുജനങ്ങളായിക്കോട്ടെ, ഈ റിട്ടയർഡ് ചെയ്യുന്ന മിലിറ്ററി ജീവനക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അവര് പോലും പറയുന്നത് ഇവിടെ സാധാരണ സ്ത്രീകൾ, തൊഴിലുറപ്പിലുള്ള സ്ത്രീകള്, കുടുംബശ്രീയുള്ള സ്ത്രീകൾ ഇത്തരം ഒരു മോശപ്പെട്ട പരാമർശം ഈ രാജ്യത്തിനെതിരെ നടത്തിയ ഷീബ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം, അവർ രാജിവെക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഈ രാജ്യത്ത് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് ഇങ്ങനെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം അല്ലെ രാജ്യം നേരിടുന്ന പ്രയാസം അത് കണക്കിലെടുക്കാതെ ഈ മറു രാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കാനോ ഈ രാജ്യത്ത് ജീവിക്കാനോ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്.